സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം നാളെ അറിയാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 269 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. മത്സര രംഗത്ത് 985 സ്ഥാനാർത്ഥികൾ. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. പ്രചാരണം സജീവമാക്കി മുന്നണികൾ. തെരഞ്ഞെടുപ്പിൽ BJP CPM ഡീലെന്ന് രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി കേസുകൾ എങ്ങും എത്താത്തത് തെളിവെന്നും രാഹുൽ. കേരളത്തിൽ അന്തർധാര സജീവമെന്ന UDFന്റെ മഹാറാലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ. ഭയം കൊണ്ടുള്ള ആരോപണമെന്ന് BJPയുടെ സീൽ പതിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ചിത്രം പങ്കുവച്ചവർക്കെതിരെ പോലീസ് നടപടി. കോൺഗ്രസിലെ പരസ്യ പ്രതികരണത്തിൽ നേതൃത്വത്തിന് അതൃപ്തി. സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിനു പിന്നാലെ പാർട്ടിയിൽ മുഖ്യമന്ത്രി ചർച്ചയിൽ. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായേക്കുമെന്ന് PJ കുര്യൻ. തെരഞ്ഞെടുപ്പാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നില്ലെന്നും VD സതീശനും KC വേണുഗോപാലും. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരെ UDF നേതാവ് ഇർഷാദ് ചക്കാലശ്ശേരിയുടെ പരാമർശം വിവാദത്തിൽ. വൈകാരികമായി പ്രതികരിച്ച് പ്രതിഭ. നിയമ നടപടി സ്വീകരിക്കുമെന്ന് മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ഖേദം പ്രകടിപ്പിച്ച ഇർഷാദ് ചക്കാലശ്ശേരി. ഇർഷാദിനെ ലീഗ് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സഭാ തർക്കത്തിൽ പരിഹാര സാധ്യത. ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭ. സഹോദരങ്ങളെ പോലെ ജീവിക്കാമെന്ന ആഹ്വാനം. തെരഞ്ഞെടുപ്പിൽ മനസാക്ഷിക്കനുസരിച്ച് വിശ്വാസികൾക്ക് വോട്ട് ചെയ്യാമെന്നും കത്തോലിക്ക ബാവ. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമെന്ന കേന്ദ്ര സർക്കാർ. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ല. സമാധാനത്തിനായി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇടപെടൽ നടത്തിയെന്ന് സർവകക്ഷി യോഗം. പാചകവാതക പ്രതിസന്ധിയിൽ പാർലമെന്റിന് മുന്നിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഹോർമൂസ് വഴി ഇന്ധനവുമായി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. ട്രംപിന്റെ 15 ഉപാധികൾ തള്ളി ഇറാൻ. പകരം 5 ഉപാധികൾ വെച്ചു. ഹോർമൂസിൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണമെന്നും ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കൂടുതൽ സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ അമേരിക്ക. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ നിർണായക നീക്കം. രാജസ്ഥാൻ റോയൽസിന്റെ ഉടമസ്ഥാവകാശം അമേരിക്കൻ കമ്പനി സ്വന്തമാക്കിയതോടെ ഷെയ്ൻ വോണിന്റെ കുടുംബത്തിന് കോടികളുടെ നേട്ടം. ഓഹരി പങ്കാളിത്തം വഴി കുടുംബത്തിന് ലഭിക്കുക 450 കോടി രൂപ. 2008 രാജസ്ഥാൻ റോയൽസും വോണും തമ്മിലുണ്ടാക്കിയ കരാറാണ് നേട്ടത്തിന് ആധാരം.